താങ്കൾ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡിയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സംഭവവികാസങ്ങളൊക്കെ കണ്ടു കാണും വാർത്താ മാധ്യമങ്ങളിലൂടെ. മുൻപ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യപ്പോൾ ഡൽഹിയിലുണ്ടായ പ്രതിഷേധം എന്താണോ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്ന് നമുക്ക് പറയാം ഇവിടെ ഉണ്ടായ പ്രതിഷേധം. ഈ സമാനമായ രീതിയിൽ ഇന്ന് ഡൽഹിയിൽ ഇ ഡി ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലും പ്രതിഷേധമുണ്ടായി. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കസ്റ്റഡിയിലെടുക്കപ്പെട്ടു. ആ ദൃശ്യങ്ങളൊക്കെ താങ്കൾ കണ്ടു കാണും. ഇതിൽ CPM-ന്റെ പ്രധാനപ്പെട്ട ആരോപണം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണെന്ന് ശ്രീ MV ജയരാജനൊക്കെ സംസാരിക്കുന്നത് താങ്കൾ കേട്ടല്ലോ. എന്താണ് താങ്കളുടെ ഈ വിഷയത്തിൽ ഒരു ടേക്ക്? ഇഡിയുടെ ഈ വരവിന് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ, അതോ അവരുടെ അന്വേഷണത്തിന്റെ സ്വാഭാവിക നടപടിക്രമമാണോ, അവരെ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് അഭിഭാഷകൻ എന്ന നിലയുള്ള താങ്കളുടെ വിലയിരുത്തലും? ശ്രീ ഗോപികൃഷ്ണൻ, ഈ വിഷ്വൽസ്, ഈ വാർത്താ വിശദാംശങ്ങൾ ഞാൻ ടെലിവിഷനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം റിപ്പോർട്ടുകൾ വായിച്ചിട്ടാണ് ഇങ്ങനെ ഗൗരവമായിട്ടുള്ള റെയ്ഡുകൾ നടന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇഡിയുടെ നടപടിക്രമങ്ങളെ ഇത്തരത്തിൽ തെരുവിൽ തടയുക എന്നത് അത് കേസിൽ കുറ്റാരോപിതരായി നിൽക്കുന്ന വ്യക്തികളുടെ അന്വേഷണ സംബന്ധമായ ഭാവിക്കും വിചാരണയ്ക്കും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ക്രിമിനൽ നിയമത്തിലെ അല്ലെങ്കിൽ ക്രിമിനൽ വിചാരണ നടപടിക്രമങ്ങളിലെ ഒരു അടിസ്ഥാന തന്ത്രമെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ റെയ്ഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PMLA നിയമപ്രകാരം ഇത് എത്രത്തോളം രാഷ്ട്രീയമായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആളല്ല. പക്ഷേ PMLA നിയമപ്രകാരം റെയ്ഡിന് വരിക അല്ലെങ്കിൽ സെർച്ചിന് വരിക എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കോൺഫർ ചെയ്തിരിക്കുന്ന അധികാരമാണ്. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ പെൻഡിങ് ആയിട്ടുള്ള കേസ് SFIOയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. ഇപ്പോൾ സെർച്ചിന് വന്നിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അപ്പോൾ ED സെക്ഷൻ 17 PMLA നിയമപ്രകാരം റെയ്ഡിന് വരുമ്പോൾ അതിന് കാരണങ്ങൾ എന്താണ് എന്നുള്ളത്, റീസൺ ടു ബിലീവ്, ഈ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, മറ്റ് മെറ്റീരിയൽസ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ റെയ്ഡിന് വരുന്നത്. അങ്ങനെ ആ സെർച്ച് എന്ന് പറയുന്ന പരിശോധനയ്ക്ക് അവർ വരുമ്പോൾ അവർക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് വഴി അത് കേസിൽ ആരാണോ നീതി ആവശ്യപ്പെടുന്നത്, കുറ്റാരോപിതരായി നിൽക്കുന്ന ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദോഷകരമാവുന്ന രീതിയിലാണിത് നടന്നത്. ഒരു തരത്തിലും അവരെ ആക്രമിക്കുന്നത് വഴി EDക്ക് തടയിടുവാൻ കഴിയുകയില്ല. അതിശക്തമായിട്ടുള്ള നിയമമാണ്. PMLA നിയമത്തിൻ്റെ 65-ാം വകുപ്പ് അനുസരിച്ച് CRPC പ്രൊവിഷൻസിനെ വരെയും ഓവർ റൈഡ് ചെയ്യുന്ന, സെർച്ചിനെ സംബന്ധിച്ച് CRPC പ്രൊവിഷൻസിനെ ഓവർ റൈഡ് ചെയ്യുന്ന, അറസ്റ്റിനെ സംബന്ധിച്ച് CRPC പ്രൊവിഷൻസിനെ ഓവർ റൈഡ് ചെയ്യുന്ന വ്യാപകമായ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ് ED. അപ്പോൾ EDക്ക് എന്തുകൊണ്ട് ഈ അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ പോലീസ് കുറ്റാന്വേഷണം പ്രാദേശികമായ ഒരു ജൂറിസ്ഡിക്ഷനിൽ നടത്തുമ്പോൾ ഇതിനകത്ത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതല്ല, അതിൽ നിന്നും ജനറേറ്റ് ചെയ്തിരിക്കുന്ന മോഷണ മുതൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അത് ഏതൊക്കെ തരത്തിൽ വകമാറ്റാമെന്നും ഏതൊക്കെ തരത്തിൽ സംരക്ഷിക്കാമെന്നും ഉള്ളത് പരിശോധിച്ച് അതിനകത്ത് നിയമവിരുദ്ധത പുറത്തു കൊണ്ടുവന്ന് ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിനെ അടിസ്ഥാനപ്പെടുത്തി അതൊരു പ്രത്യേക ഒഫൻസാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിയമപ്രകാരം റീസൺസ് ടു ബിലീവ്, എന്തുകൊണ്ടാണ് അവർ സെർച്ച് നടത്തുന്നത് എന്ന് റിപ്പോർട്ടാക്കി അവർ കൈമാറിയതിന് ശേഷം അവർ നടത്തുന്ന ഇത്തരത്തിലൊരു നടപടിക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാർ തെരുവിൽ തങ്ങളുടെ അണികളെ പ്രകോപിപ്പിച്ച് ഇതിന് പ്രതിബന്ധം സൃഷ്ടിക്കാൻ കഴിയുക. ED ഓഫീസേഴ്സിനെ തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വാഹനം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം നീതീകരിക്കപ്പെടുന്നു, അവരുടെ കേസ് കൂടുതൽ ശക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഇത് കുറ്റാരോപിതയായി നിൽക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ഒക്കെ തന്നെ പ്രതിബന്ധം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള തീർത്തും അനാരോഗ്യകരമായിട്ടുള്ളൊരു നടപടിയാണ്. ഇപ്പം വെക്സേഷ്യസ് ആയിട്ടുള്ള സെർച്ചാണ് നടക്കുന്നതെന്ന് വെച്ചോ, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള സെർച്ചാണ് നടക്കുന്നതെങ്കിൽ PMLA നിയമത്തിൻ്റെ 62-ാം വകുപ്പ് അനുസരിച്ച് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമായിട്ടുള്ള ഒരു ഒഫൻസാണ്. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസാണ്. അപ്പം നിയമം തന്നെ ഒരു ഭാഗത്ത് അധികാരം കൊടുക്കുമ്പോൾ ആ അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുവാതിരിക്കാനുള്ള പ്രൊവിഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തെരുവിൽ അണികളെ കൊണ്ട് ഇത് തടയാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ തെറ്റാണ്. തീർത്തും സംഭവിച്ചു കൂടാത്ത കാര്യങ്ങളാണ്.
ഒരു പരിശോധനയല്ലേ നടക്കുന്നത്. ഇവരെ ആരെയും കയ്യാമം വെച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഒരു പരിശോധനയാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം ഇതിനകത്തൊരു കുറ്റാരോപിതനുമല്ല. പക്ഷേ സെക്ഷൻ 17 പ്രകാരം ഏതെങ്കിലും പ്ലേസിൽ അവർക്ക് ഇത് സംബന്ധിച്ച് ഈ ഡോക്യുമെൻറ്റ്സ് അവിടെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അവിടെ കൺസീൽ ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നു എന്നവർക്കൊരു ബോധ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ആ കാരണം ചൂണ്ടിക്കാട്ടി അവർക്ക് പരിശോധന നടത്താം. ഒരു റെസിഡൻഷ്യൽ പ്ലേസോ ഒരു ഓഫീസോ പരിശോധന നടത്തുമ്പോൾ ആ പരിശോധനയ്ക്കായി ട്രാൻസ്പെറൻ്റായിട്ട് വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതുപോലെ വഴിയിൽ തടഞ്ഞു അണികളെ പ്രകോപിപ്പിച്ച് അക്രമം ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ ഈ അണികൾ തന്നെ ജയിലിൽ പോകും. ഇത് വിഷ്വൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതല്ലേ, തെളിവുകളില്ലേ. അവരുടെ ഭാവിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതല്ലാതെ ഈ ED അന്വേഷണത്തിനെ ഇത് ഒരു തരത്തിലും പ്രതികൂലമായിട്ട് ബാധിക്കുകയില്ല. ശ്രീ ഗോപികൃഷ്ണൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.